ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ പരിശോധന നടത്തും. പാളികളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉള്ളതുകൊണ്ടാണ് ഈ നീക്കം. മറ്റൊരു ലാബിൽ പരിശോധന നടത്താനും ഇപ്പോഴൊരു ആലോചനയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ എസ് കെ. എന്തായാലും VSSCയിൽ ഇപ്പോഴും പരിശോധന നടത്തിയപ്പോഴും കാലപ്പഴക്കം സംബന്ധിച്ചുള്ള ഇപ്പോഴും ഒരു വ്യക്തത SITക്ക് ലഭിച്ചിട്ടില്ല. സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. ആ സാഹചര്യത്തിലാണ് വീണ്ടും പരിശോധന നടത്താനുള്ള ആലോചനയിലേക്ക് SIT കടന്നിരിക്കുന്നത്. വീണ്ടും സാമ്പിൾ ശേഖരിച്ച് VSSCക്ക് പകരം കേന്ദ്ര ഏജൻസികൾ കീഴിൽ തന്നെയുള്ള ഒന്നുകിൽ ഭാഭ ആറ്റോമിക് സെന്റർ അടക്കമുള്ള അത്തരത്തിൽ ഉന്നതമായി നിൽക്കുന്ന മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുക എന്നുള്ള ആലോചനയാണ് നടക്കുന്നത്. അത് സംബന്ധിച്ച് ആശയവിനിമയങ്ങളും അനൗദ്യമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന പ്രശ്നം ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണപ്പാളിയുടെ കാലപ്പഴക്കം സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് VSSCയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അത് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. കൃത്യമായി ഈ സ്വർണ്ണപ്പാളിയുടെ കാലപ്പഴക്കം എത്രയാണെന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ കേസിൽ തുടർന്ന് വിചാരണയടക്കം നടക്കുന്ന ഘട്ടത്തിൽ അത് SITക്ക് അടക്കം അനുകൂലമായി വരികയുള്ളൂ. അല്ല എങ്കിൽ പ്രതികളെ സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങൾ കൂടി മുൻകൂട്ടി കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇത്തരത്തിൽ വീണ്ടും ഒരു പരിശോധനയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കം വീണ്ടും താമസിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും വിമർശനങ്ങൾക്ക് ഇടയാക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും ശാസ്ത്രീയ തെളിവുകൾ ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി ശേഖരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് SITയുടെ മോഡസ് ഓപ്പറാൻഡിയുടെയും പ്രധാന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പരിശോധന നടത്തി കൃത്യമായി കാലപ്പഴക്കം തെളിയിക്കുന്ന റിപ്പോർട്ട് ശേഖരിക്കാനുള്ള നടപടിയുമായി SIT മുന്നോട്ട് പോകുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.